വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 24 മുതൽ 30 വചനങ്ങൾ കളകളുടെ ഉമ്മയെപ്പറ്റിയും 36 മുതൽ 41 വചനങ്ങൾ ഉമ്മ ഈശോ വിശദീകരിക്കുന്നതാണ് വചനം പഠിപ്പിക്കുന്നത്. വചനത്തിൽ ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗ്ഗരാജ്യത്തെ ഈശോ ഉമ്മയ്ക്കാണ്. വയൽ ഈ ലോകമാണ്. നല്ല വിത്ത് വിതയ്ക്കുന്നത് ഈശോയാണ്. നല്ല വിത്ത് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാർ, ദൈവവചനം. അതായത് ഈശോ ഈ ഭൂമിയിൽ വന്ന് ദൈവവചനം ആ നല്ല വിത്ത് വിതച്ചു. ആ നല്ല വിത്തിൽ നിന്ന് മുളയ്ക്കുകയും ദൈവവചനത്തിൽ വിശ്വസിക്കുകയും അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെല്ലാം ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരാണ്, നല്ല വിത്തുകളാണ്. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ആളുകൾ ഉറക്കമായപ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വിശ്വാസം കുറയോ അറിവില്ലായ്മ സംഭവിക്കുകയോ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയൊക്കെ ചെയ്തപ്പോൾ സാത്താൻ വന്ന്, അതായത് ദൈവവചനത്തിൽ വിശ്വാസമില്ലാത്തവരും എതിർക്കുന്നവരും തിന്മയുടെ മാർഗ്ഗത്തിൽ ചരിക്കുന്നവരുമായ ദുഷ്ടൻ്റെ പുത്രന്മാരൊക്കെയാവാം. അവർ വന്ന് തെറ്റായ അറിവുകൾ പഠിപ്പീരുകൾ നടത്തി അവ ലോകത്തിലും സഭയിലുമെല്ലാം വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നന്മയും തിന്മയും ഒരുമിച്ച് വളരുന്നു. അവ വളർന്ന് ഫലം കായ്ക്കാൻ മാത്രമാണ്, ഫലത്തിൽ നിന്ന് മാത്രമാണ് അവ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ ദൈവരാജ്യത്തിൻ്റെ മക്കളാവും, അല്ലാത്തവരാണെങ്കിൽ അവ ദുഷ്ടൻ്റെ പുത്രന്മാരും ആവും. എന്നാൽ അവയെ നശിപ്പിച്ചാൽ നല്ല വിത്തായ ദൈവരാജ്യത്തിൻ്റെ മക്കൾക്കും നാശം സംഭവിക്കാനിടയുണ്ടെന്ന് മനസ്സിലാക്കി യുഗാന്തം വരെ രണ്ടും ഒരുമിച്ച് വളരാൻ അനുവദിക്കുന്ന ഈശോയാണ് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുക. ഇതാണ് തിന്മയുടെ മാർഗ്ഗത്തിലൂടെ ചിരിക്കുന്നവരും ചിലപ്പോഴൊക്കെ തഴച്ചു വളരാൻ കാരണമെന്നും വചനം മനസ്സിലാക്കി തരുന്നു. യുഗാന്തത്തിൽ ദൈവദൂതന്മാർ തിന്മയുടെ മാർഗ്ഗത്തിലൂടെ ചിരിച്ച കളകളെ ശേഖരിച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും അവിടെ വിലാപവും പലിയിടുകയായിരിക്കുമെന്നും, നീതിമാന്മാർ അതായത് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവവചനം അനുസരിക്കുകയും നന്മയുടെ മാർഗ്ഗത്തിലൂടെ ചിരിക്കുകയും ചെയ്തവർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ ദൈവരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും, കേൾക്കാൻ ചെവിയോളം കേൾക്കട്ടെ എന്ന് ഈശോവചനത്തിൽ പഠിപ്പിക്കണം. വചനം മനസ്സിലാക്കി തരുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാൻ നാം പരിശ്രമിക്കണം. ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഹെബ്രായലേഖനം 4:12 വചനം പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതലിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അതായത് ദൈവവചനത്തിന് ജീവനുണ്ട്. അതിന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ വിശുദ്ധ കുർബാനയിൽ ഒരു പുരോഹിതൻ ആശീർവദിക്കുന്ന തിരുവോസ്തിയും വീഞ്ഞും നമ്മുടെ നിത്യരക്ഷയും പാപമോചനത്തിനുമുള്ള ഈശോയുടെ ശരിയായ തിരുശരീരവും തിരുരക്തമാണെന്നുള്ള ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫലത്തിൽ നിന്നും അത് നന്മയോ തിന്മയോ എന്നതനുസരിച്ചും ദൈവത്തിൽ നിന്നുള്ള നല്ല വിത്തിനെയും ദൈവത്തിൽ നിന്നില്ലാത്ത കളകളെയും നമുക്ക് തിരിച്ചറിയാം. അത് തിരിച്ചറിഞ്ഞ് നല്ല വിത്തുകളായി ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരാകാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചനം പഠനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റവർക്കും ദൈവവചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും നല്ല വിത്തുകളായി ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരാകാനായി സമത്വം അനുഗ്രഹിക്കട്ടെ. ആമേൻ.